ഇപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു കാര്യമാണ് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം. പേര് മറന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു എരിച്ചിൽ. ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് എഗെയിൻ. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആക്ച്വലി കുറേ നാൾക്ക് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നല്ല അടിപൊളിയായിട്ട് വൈറലായിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അന്ന് എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ട്രെൻഡിങ് കഴിഞ്ഞു എന്നോട് പറയാനും പറ്റില്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്ന് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു കാര്യമാണ് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം. ഇന്ന് നമ്മളിങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് ഒന്ന് കൂളായിട്ട് അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാണ്, എൻ്റെ കയ്യിലുള്ള ബാഗ് എന്ന് പറയുന്നത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതൊന്നല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തരാനൊന്നും പറ്റൂല. അപ്പോൾ ആദ്യമേ ഞാൻ പറയാണ്, ഞാനിത് നമ്മുടെ കോഴിക്കോട് SM ഇല്ലേ, SM സ്ട്രീറ്റ്, ഞാൻ കോഴിക്കോടുകാരിയാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് SM സ്ട്രീറ്റിൽ പോയ സമയത്ത് അവിടെ ഒരുപാട് ഷോപ്പുണ്ട്. ഈ ബാഗൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വെക്കുന്ന ഷോപ്പുകൾ ഒരുപാടുണ്ട്. അതിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് കയറിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ബാഗാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആക്ച്വലി ചിലപ്പോൾ നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് കൂടുതലാണ് ഒരു ബാഗ്. പിന്നെ എൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ വാങ്ങി കൂട്ടുന്ന ഒരാളല്ല. ബാഗാണെങ്കിലും ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് സാധനങ്ങളൊന്നും ഒരുപാട് വാങ്ങിക്കാറില്ല. കിട്ടിയ സാധനങ്ങൾ അത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ റിവ്യൂസ് ആണെങ്കിലും എല്ലാം ചെയ്യാറുള്ളൂ. ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ. എന്നാലും അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്യും. ആ ഒരു സാധനം കഴിയാനായതിനു ശേഷം മാത്രമേ ഞാൻ അടുത്തൊരു പ്രൊഡക്റ്റ് പോലും വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 3 ബാഗ്, ഒരു ലാപ്ടോപ്പ് ബാഗാണ്, പിന്നെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു കുട്ടി ബാഗുണ്ട്, ഫോണ് അത് സാധനങ്ങളൊക്കെ കൊള്ളുന്ന പെട്ടെന്നൊക്കെ എവിടെയും പോകുമ്പോൾ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കുഞ്ഞൊരു ബാഗ് ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് പുതിയൊരു ബാഗാണ്, അതാണ് ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ് കണ്ടോ. ഞാൻ ആക്ച്വലി ബ്രൈറ്റ് കളർ എടുക്കായിട്ടാണ് കേട്ടോ. കാരണം ബ്ലാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡാർക്കായിട്ട് വരുന്ന കളർ എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ടിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ബെറ്റർ ഇതാണ്. പിന്നെ ബ്രൈറ്റ് കളേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് നടക്കണം. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇതിൻ്റെ മേലെ പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താ അറിയോ, ഇതിൻ്റെ മേലെ കൊടുത്തുള്ളത് ലെതർ എന്നാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ. കാരണം അത് ആ ഷോപ്പിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ തന്നെ സെയിൽ ചെയ്യുന്നതാണ്. തോന്നുന്നു 600 സംതിങ് അങ്ങനെ എന്തോ പ്രൈസിലാണ് ഈ ഒരു ബാഗ് കിട്ടിയത് കേട്ടോ. അല്ലാതെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിൽ കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് നല്ല സൂപ്പറായിട്ടുള്ള ലെതറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ട സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വേറെ തന്നെ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതൊരു എന്താ പറയുക, ബാഗില്ലേ, അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. നോർമൽ എല്ലാവരുടെ കയ്യിലും ഇങ്ങനത്തെ ബാഗ് തന്നെ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് 2 ഭാഗത്ത് ഇട്ട് പോകാനൊക്കെ സുഖമായത് കാരണം ഞാൻ ഇങ്ങനത്തെ ബാഗാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ അങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഒരു കുട്ടി വീഡിയോ ആണ്, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് നോക്കാം. ഒരുപാട് സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതേപോലെ 2 സിബ് വരുന്നുണ്ട്. അപ്പോൾ കുട്ടി സിബിൽ ആ ഒരു അറയിൽ എന്താ ഉള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ഇത് മോൻ ആദ്യം പഠിച്ച സ്കൂളിലെ എന്താ പറയുക, സർഗോത്സവ പരിപാടിയുടെ ഒരു കൂപ്പണാണ് കേട്ടോ. അത് മോൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ കൊണ്ടു തന്ന ഒരു കൂപ്പണിൻ്റെതാണ് കേട്ടോ. അതാണ് ആദ്യം തന്നെ ഉള്ളത്. പിന്നെ വരുന്നത് ബസ്സിൻ്റെ ടിക്കറ്റാണ്, 18 രൂപ. ബസ് ടിക്കറ്റ് വരുന്നത് 20 രൂപ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ചെണ്ടാണ് കേട്ടോ. എൻ്റെ ഒരു ബ്ലൗസിൻ്റെ മേലെ ഞാൻ
ബാക്കിൽ ചരട് വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഞാൻ എല്ലാ ബ്ലൗസിൻ്റെ മേലെയും ചരട് വെക്കും. കാരണം എന്താ വെച്ചാൽ കുറച്ചൊന്ന് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കയറ് ആ ചരട് വെച്ചു, പക്ഷേ ചെണ്ട് കൊടുത്തു വിടാൻ വേണ്ടി മറന്നുപോയി ഗൈസ്. അപ്പോൾ ഒരു ചെണ്ട് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ വരുന്നത് 1 രൂപ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇതിൽ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് തന്നെ വെക്കട്ടെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇനി ഇത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിസ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും ഇവിടെ കിടക്കട്ടെ. കഴിഞ്ഞതാ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സിപ്പ് തുറന്നിട്ട് നമുക്ക് നോക്കാം. ഇതിൽ ആക്ച്വലി ഇതിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ്. ഡെക്കിയിൽ നമുക്കൊരു ബസ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇതൊക്കെ പോയിട്ട് അതൊന്നും വേണ്ട. പിന്നെ എൻ്റെ എയർപോർട്ട് അല്ല. നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ എന്താ ചോദിച്ചാൽ എൻ്റെ അടുത്ത് എൻവൈബേഡാന്ന് തോന്നുന്നത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ല ബ്രൗൺ കളർ, ഡാർക്ക് കളറായിട്ടുള്ളതാണ്. എനിക്ക് നല്ല ചേരും. അതിടുന്ന സമയത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും ഫേസ്. ഇത് വന്നിട്ട് ഞാൻ മീഷോന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറേ കോംബോ ആയിട്ട് എനിക്ക് കുറേ എണ്ണം അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഇത് ആദ്യ സമയത്ത് എനിക്ക് ഇട്ട സമയത്ത് എനിക്കിത് ചേരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നേ. ലൈറ്റ് ഷെയ്ഡാണ്. പക്ഷെ ഞാനത് എന്താ ചെയ്തത് വെച്ചാൽ നമ്മുടെ എൻവൈബയുടെ ആ ഒരു ലിപ്സ്റ്റിക്ക് ഇല്ലേ, ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, അത് വെച്ചിട്ട് ലൈൻ ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഇങ്ങനെ ഇവിടെയും ഇവിടെ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്കത് നന്നായിട്ട് ചേരില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് ഒഴിവാക്കാണ്ട് അവിടെ ഇരിക്കട്ടെ, അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ലിപ് ബാം. ഈ സാധനങ്ങളൊക്കെ എന്തിനാണ് ബാഗിൽ വെക്കണമെന്ന് അറിയോ? ഇതൊക്കെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാകില്ല. നമ്മളെ അങ്ങോട്ടേക്കുള്ള ബസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഒരുപക്ഷെ ബസ്സിൻ്റെ വഴിക്ക് പോകും. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ ബാഗിലിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങി ഓടുന്ന സമയത്ത് ഇതൊക്കെ ഇട്ടിട്ട് പോകാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഒരു വള എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ മാസ്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിപ്പോഴും മാസ്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ഒരു സാധനം ബണ്ണ്. പിന്നെ ആഭരണങ്ങളാണ്. ഇതൊരു ബ്രേസ്ലെറ്റാണ്. ഞാൻ പറഞ്ഞല്ലേ, കമ്മലൊന്ന് താഴെ പോയി, കുട്ടി കമ്മലൊക്കെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് മറന്നു ഓടും. അപ്പം ഞാൻ ബാഗിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടാലോ. പിന്നെ ഒരു പിന്ന്, ഇത് അത്യാവശ്യമാണ്. എപ്പോഴാണ് ഇതിൻ്റെ ഉപയോഗം ഉണ്ടാവുക നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഒരു പിന്നും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു അറയുള്ളത്. അപ്പം ഞാൻ അതൊക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കട്ടെ. ഓക്കെ, അപ്പോൾ ആ ഒരു ഈ 2 അറയുള്ളത് കഴിഞ്ഞ് ഇനി വരുന്നത് 2 സിബാണ്. ഇതാ ഒരു സിബ് ഇതാണ്, ഒരു സിബ് ഇതാണ്. അപ്പം അത് ഫ്രണ്ടിലുള്ള ഈ ഒരു സിബ് നമുക്ക് തുറക്കാം. ഇതിൻ്റെ അകത്ത് ഒരു കയറ് വരുന്നുണ്ട് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ ഒന്നും കൂടെ ഉണ്ട്. അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത് തുണിയൊക്കെ അലക്കിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിയുന്ന ടൈപ്പാണ്. ഇങ്ങനെ ഉണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ അവിടെ ഇതാക്കിയിട്ട് ഇവിടെ കുടുക്കിയിട്ടുണ്ട് നമുക്ക് തുണിയൊക്കെ അലക്കിയിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഞാൻ ആലോചിച്ചു നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം നല്ല ഒരു ഭാഗത്ത് ഇങ്ങനെ ഹോളിൽ ആണീൻ്റെ മേലെയോ എവിടെ കുളത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുളത്തിയിട്ടിട്ട് ഇത് ഇപ്പുറത്തെ സൈഡിൽ ബാക്കിയുണ്ടെങ്കിൽ കിട്ടും. പക്ഷേ ഇത് വലിയുന്നതിന് ഒരു കണക്കുണ്ടല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഇത് അത്യാവശ്യം കുറച്ചങ്ങോട്ടേക്കേ വലിയുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വാങ്ങി. ആ ഒന്നാണിത്. അപ്പോൾ സെയിം കളറിലുള്ള 2 എണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് ഞാൻ മെനയാന്ന് വാങ്ങിയതാ, ഇത് ഞാൻ ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ. ഒരു കയർ. പിന്നെ ഒരു ടവല്. ഇതെന്തായാലും ഉണ്ടാവും ബാഗിൽ. അങ്ങനെ ഉപയോഗിക്കുന്നില്ല, പക്ഷെ എന്തായാലും സ്റ്റിൽ ബാഗിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. പിന്നെന്താ, ഒരു അത്തർ എന്തായാലും ഉണ്ടാകും. ഞാൻ സ്പ്രേ അങ്ങനെ യൂസ് ചെയ്യില്ല. ഞാൻ ഒരു റോൾ-ഓൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലതായിരുന്നു. നമ്മുടെ ഇതായിരുന്നു, പേര് മറന്നുപോയി ഗൈസ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതിൽ കാർമസി. കുറേ ഞാൻ ആലോചിച്ച് ഞാൻ ഏതായിരുന്നു ആ റോൾ-ഓൺ ഞാൻ വാങ്ങിയത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റോൾ-ഓൺ ഏതായിരുന്നു അറിയോ? കാർമസിയുടെ ഫ്ലോറൽ സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമില്ലേ, അത് നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല ഇത് ഫസ്റ്റ് ടൈം ഞാനത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് അണ്ടർ ആംസിൽ ഒരു ഭാഗം ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എരിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ച് കഴിഞ്ഞു എനിക്കത് ഞാൻ അങ്ങനത്തെ യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അതായിരിക്കും ഇനി വേണ്ടാന്ന് വെച്ചിട്ട് ഞാനത് യൂസ് ചെയ്യാതെ അവിടെ വെച്ചേ. പിന്നെ ഞാൻ അധികം യൂസ് ചെയ്താണ് അത്തറാണ്. ഇതാകുമ്പോൾ നല്ലതാണ്, വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല.
നല്ല മണം ഉണ്ടാവും. നമുക്ക് ടൗണിൽ നമ്മുടെ സിറ്റിയിൽ SMലൊക്കെ പോകുന്ന സമയത്ത് നല്ല ബ്രാൻഡായിട്ടുള്ള സാധനം നോക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതുകൊണ്ടായിരിക്കാം, ഞാൻ യൂസ് ചെയ്യാത്തൊരു സാധനമാണല്ലോ, അപ്പോൾ ഞാനത് അങ്ങനെ വിട്ടിട്ടോ. പിന്നെ 2 ദിവസം കഴിഞ്ഞ സമയത്ത് ഞാൻ ഒന്നുകൂടി ആ യൂസ് ചെയ്ത ഭാഗത്തടെ ഒന്നുകൂടി ഇട്ടപ്പോൾ പിന്നെ എനിക്ക് എരിച്ചിലോ പുകച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഏതായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമല്ലേ ഇട്ടുള്ളൂ, അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ വീണ്ടും എനിക്ക് ആ ഒരു എരിച്ചിൽ ഇടാത്ത സൈഡിൽ വീണ്ടും ഇട്ടപ്പോൾ പിന്നെ ഒരു എരിച്ചിൽ വന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്കിത് ചിലപ്പോൾ യൂസ് ചെയ്യാതെ ബാക്കിയ സമയത്ത് ഇട്ടതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ഒരു എരിച്ചിൽ വന്നത് എന്നുള്ളത്. പിന്നെ ഞാൻ വിട്ടു. ഒരു ഭാഗത്ത് അന്നേരം എരിച്ചില്ല, അപ്പുറത്തെ ഭാഗത്ത് ഭയങ്കര എരിച്ചിൽ. പിറ്റേ ദിവസം ഞാൻ വീണ്ടും ആ ഒരു ഭാഗത്ത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ആ സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ യൂസ് ചെയ്യാത്തൊരു സാധനമാണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പം ഞാൻ കംപ്ലീറ്റ് ഈ ഒരു സാധനം ഞാൻ യൂസ് ചെയ്ത് തീർത്തിട്ടു. ഇതിലൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ തുറന്നിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, റൂമിലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലിങ്ങനെ റൂമിൽ മൊത്തം ഉണ്ടാകും. ഇതിലില്ല, സാധനം സംഭവം കഴിഞ്ഞതാ, പക്ഷെ എന്നാലും ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഫുൾ യൂസ് ചെയ്ത് പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അത്ര തന്നെയാണ് എപ്പോഴും ബാഗിൽ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി അപ്പോൾ അടുത്തത് ആയിട്ട് എന്തെങ്കിലും ഈ ഒരു ഇതിൻ്റെ അകത്ത് ഉണ്ടോ നോക്കാം. ഇനി അതിലൊന്നും ഇല്ല കേട്ടോ, അതിലെത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു പേഴ്സ് ഉണ്ട്. ഇതും ഞാൻ ഈ ഒരു ബാഗ് വാങ്ങിക്കുന്ന ആ സെയിം ടൈമിൽ തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഈ പേഴ്സും അതേപോലെ തന്നെ അവിടെ തന്നെ അവർ ഉണ്ടാക്കുന്നതാണേ. ഓക്കെ, ഇതേപോലെ പേഴ്സിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നോക്കണോ? ഇനി അത് വേറെ ചെയ്യണ്ടല്ലോ. വലിയ വിലേൻ്റെ പേഴ്സൊന്നുമല്ല, വലിയ വിലേൻ്റെ അല്ല. ഇതിന് 250 രൂപ ഉണ്ട് കേട്ടോ പേഴ്സിൻ്റെ വില. ഇത് വന്നിട്ട് ഒരു ടിഷ്യൂ ആണ്. ഇത് എന്തിൻ്റെ ടിഷ്യൂ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഉരുണ്ടുപോയി. അവിടെ ഒരു ഹെയർ റിമൂവൽ ക്രീം ഉണ്ട്, അതിന് യൂസ് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണേ. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതൊരു കൂപ്പണാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാനും മോനും കൂടെ ഒന്ന് എറണാകുളം വരെ പോയിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് കേട്ടോ. അപ്പോൾ അന്ന് ഒരു കൂപ്പൺ കൊച്ചിയിൽ പോയപ്പോൾ അവിടെ ഫുൾ ഇതാണ് പരിപാടിയല്ലോ, ഫുൾ കൂപ്പണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അന്ന് അവിടുന്ന് എടുത്തൊരു ഇതാണ്. പിന്നെ ഇതൊരു വിസിറ്റിംഗ് കാർഡാണ്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് എൻ്റെ ഇലക്ഷൻ ID, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ, ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് ഇപ്പോഴും ഉണ്ടോ? ആധാർ പഴയ ആധാറാണ്, പുതിയ ആധാറല്ല. പുതിയ ആധാർ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ പൈസ ഉണ്ട് 310 രൂപ, 310 രൂപയും ചാനമുണ്ട്. 310 ഇനിയുണ്ട് 100 രൂപ വരെ, ഒരു 10 രൂപ വരെ. സ്റ്റിൽ ഐ ആം പൈസക്കാരി. 20 രൂപ ഇനിയും ഉണ്ട് ഗൈസ്, 500. പിന്നെ ഉള്ളതൊന്നും കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫുൾ കോയിൻസ് ആണ് ഗൈസ്. കാരണം ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളായത് കാരണം നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ കോയിൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും സാധനങ്ങൾ എപ്പോഴും പേഴ്സിലുണ്ടാകും. വേറൊന്നുമില്ല, പേഴ്സിൽ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി ഞാൻ ഈ പേഴ്സിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കി വെക്കട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ ഞാനെല്ലാം മറന്നു പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ പേഴ്സിൽ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ഉള്ളത് നോക്കാം കേട്ടോ. ഇനി എപ്പോഴും ഞാൻ പുറത്തെടുക്കാതെ വെക്കുന്ന ഒരു സാധനം എൻ്റെ കുട. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോഴറിയാലോ, ഇപ്പോൾ ഭയങ്കര ചൂടാണ്, മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും ചൂടാണ്, പുറത്തേക്ക് ബസ്സിനൊക്കെ നടന്നു പോകുന്ന സമയത്ത് എന്തായാലും കുട വേണം. ചൂടായതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ചൂട് കാരണം എന്തായാലും കുട വേണം. അല്ലെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കുട വെക്കും. കാരണം ഞങ്ങൾ എവിടേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം വെയിൽ കൂടുതലാണ്, കുന്നാണ്. അപ്പോൾ അത് കാരണം നല്ല വെയിലുണ്ടാകും. അപ്പോൾ ഈ കുട എപ്പോഴും ബാഗിൽ തന്നെ വെക്കും, എടുത്ത് പുറത്തേക്കേ വെക്കാറില്ല. മഴയുള്ള സമയത്ത് ഉണക്കാൻ വേണ്ടി മാത്രമേ ഈ കുട പുറത്തേക്ക് വെക്കാറുള്ളൂ കഴിച്ചു. അപ്പോൾ ഞാനിത് അങ്ങനെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കും കേട്ടോ. പിന്നെ വരുന്നത് എൻ്റെ ഹെഡ്സെറ്റ്, ബ്ലൂടൂത്ത് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു കുട്ടി അറ, എല്ലാവർക്കും അറിയാലോ, നമ്മൾ പൈസയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. അതിൻ്റെ അകത്ത് ഒന്നും ഇല്ല കേട്ടോ. ആക്ച്വലി ഈ പേഴ്സിൻ്റെ അകത്ത് തന്നെ ഉള്ളത് കാരണം ഞാൻ അതിൻ്റെ അകത്തൊന്നും വെച്ചിട്ടില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ആക്കി വെക്കാത്തത് ഇതൊക്കെ തന്നെ കേട്ടോ. പിന്നെ കുറേ ബസ്സിൻ്റെ ടിക്കറ്റും മറ്റേ അതും ഇതുമൊക്കെയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഓക്കെ, എല്ലാം സെറ്റാണ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി കുഞ്ഞ് ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനൊരു എന്തെങ്കിലും ഒരു കുഞ്ഞു കുട്ടി വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഇന്നലെ പുറത്ത് പോയപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു വീഡിയോ എടുക്കണം, നമ്മൾ മാത്രമേ എടുക്കാത്തതുള്ളൂ. ട്രെൻഡ് കഴിഞ്ഞെങ്കിലും നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം എടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി കുഞ്ഞ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോസൊക്കെ കാണുക. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ടാറ്റാ.